ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോവിൻ. ഈ പുതിയ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ലൊക്കേഷൻ ഷെയറിംഗ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആപ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നുള്ളതാണ്. അപ്പോൾ ലൊക്കേഷൻ ഷെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എവിടെയാണ്, എവിടെ എത്തി എന്നൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്കറിയാം. കാരണം ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ അവരുടെ മക്കള് വല്ല ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാണ്, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ട്രിപ്പ് പോവാണ്, എവിടേക്കെങ്കിലും പോയിക്കാണ്. അപ്പോൾ അവരൊക്കെ എവിടെ എത്തി, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് നോക്കാം. എപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അവരെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ വെച്ച് നമുക്ക് അവരെ എവിടെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആപ്സ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാതും ഇല്ലെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആപ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഗൂഗിൾ മാപ്പിനെ കുറിച്ച് തന്നെയാണ്. ഗൂഗിൾ മാപ്പ് ആകുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ എല്ലാവരുടെയും ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയിട്ട് അതിലൊരു ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഒരു ലിങ്കിൽ കൂടെ നമ്മുടെ ലൊക്കേഷൻ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും. അവരുടെ ലൊക്കേഷൻ നമുക്കും കിട്ടും. ഈ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ കൂടെയോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജോടെയോ ഏതുകൂടി വേണമെങ്കിൽ അയക്കാൻ പറ്റും. നമ്മളിപ്പോൾ അയച്ച ലിങ്ക് അവർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അവർക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് അവരുടെ ലൊക്കേഷൻ നമ്മളായിട്ടും ഇതേ കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻ്റെ പപ്പയുടെ ലൊക്കേഷനാണ് തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ലൈവായിട്ട് ഓരോരുത്തരുടെ ലൊക്കേഷനൊക്കെ നമുക്ക് ഇതേ കൂടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പറയാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ കുറച്ച് ലൊക്കേഷൻ ട്രാക്കിംഗ് ആപ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ഫാമിലി ലൊക്കേറ്റർ എന്ന് പറഞ്ഞ ലൈഫ് 360യുടെ ഒരു ആപ്പാണ്. അപ്പോൾ അതാണ് എഡിറ്റേഴ്സ് ചോയ്സ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കുള്ള ഫെസിലിറ്റീസാണ്, നമുക്ക് സ്കൂൾ ആഡ് ചെയ്യാം, നമുക്ക് ഡ്രൈവേഴ്സ് പ്രൊട്ടക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പോണ ടോപ്പ് സ്പീഡ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുന്ന ടോപ്പ് സ്പീഡ് നോക്കാം. അവർ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ, അത് നോക്കാം. പിന്നെ വേറൊരു ഇതാണ് ലൈഫ് 360+. അപ്പോൾ അതിൽ 30 days ഓഫ് ഹിസ്റ്ററി, ലൊക്കേഷൻ അപ്ഡേറ്റ്സും ഇമെയിൽ സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉള്ളൊരിതാണ്, നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു കോഡിയേക്കൂടെ നമുക്ക് മെസ്സഞ്ചറിയേക്കൂടെയോ വാട്സപ്പിലേക്കൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഫെസിലിറ്റീസാണ് ബാറ്ററി അലേർട്ട്സ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫോണിൽ ബാറ്ററി കഴിയാറായോ, അപ്പോൾ അവരെത്ര നേരം കൊണ്ട് ഓഫ്ലൈൻ പോവും, അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നോക്കാൻ പറ്റും. പിന്നെയുള്ള ഡ്രൈവിംഗ് അലേർട്ട്സ്, അപ്പോൾ അവരെത്ര സ്പീഡിലാണ് പോകുന്നത്, അവർ പോകേണ്ട അടുത്ത് എത്തിയോ എന്നൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പപ്പനെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ പപ്പ എവിടെയാണെന്നൊക്കെ കാണാം. പിന്നെ ഫോണിൽ എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ തന്നെ എത്ര ദൂരെയാണെന്നൊക്കെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കാം. ലൊക്കേഷനും ഡയറക്ഷനും ഒക്കെ നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ ലൊക്കേഷൻ ഹിസ്റ്ററി, പിന്നെ എവിടേക്ക് പോയി എന്നൊക്കെ ലൊക്കേഷൻ ഹിസ്റ്ററിയിലുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അധികം ലൊക്കേഷൻ ഹിസ്റ്ററി ഒന്നും വന്നിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഉപയോഗമാണെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഫാമിലി എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ അതുകൂടെ ഒന്ന് ഞെക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ പുതിയ കണ്ടന്റുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.